ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കിടെ പ്രകോപന പ്രസ്താവനയുമായി ഇസ്രായേൽ തീവ്ര വലതുപക്ഷ മന്ത്രി ബെസലേൽ സ്മോട്രിച്ച് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഹമാസിന് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് എന്നും അതുണ്ടായില്ല എങ്കിൽ ഗസ മുഴുവൻ പിടിച്ചടക്കുമെന്ന് സ്മോട്രിച്ച് ഭീഷണി മുഴക്കി. അതിനിടെ ചികിത്സയ്ക്കായി പുറത്തുപോകാൻ അനുമതി ലഭിക്കാതെ റഫ അതിർത്തിയിൽ ഒരു കുഞ്ഞ് ഇന്നലെ മരണത്തിന് കീഴടങ്ങി. 20,000-ലേറെ പേരാണ് അടിയന്തര ചികിത്സ ആവശ്യമായി റഫയിൽ കാത്തുകിടക്കുന്നത്. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അബ്ബാസ്, സമാധാന ശ്രമങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലും പ്രകോപനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുകയാണോ? തീർച്ചയായിട്ടും ദിവ്യ, ഈ സമാധാന ശ്രമങ്ങളുമായി അന്താരാഷ്ട്ര സമൂഹം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപന പ്രസ്താവന കൂടി ഉണ്ടാകുന്നത്. ഈ പ്രകോപന പ്രസ്താവന നടത്തിയത് കടുത്ത ഫലസ്തീൻ വിരുദ്ധ പരാമർശങ്ങളും പ്രകോപനപരമായ പ്രസ്താവനകളും കൊണ്ട് പുകൾപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭയിലെ തന്നെ ഒരു ഫാർ റൈറ്റ് മന്ത്രിയായിട്ടുള്ള ബെസലേൽ സ്മോട്രിച്ചാണ്. ഈ സ്മോട്രിച്ചിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇദ്ദേഹം ഫലസ്തീനികൾക്കെതിരെ നിരന്തരം വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളും അതുപോലെ വംശീയ പരാമർശങ്ങളൊക്കെ നടത്തിയ മന്ത്രിയാണ്. ഇന്ന് ഖാൻ എന്ന് പറയുന്ന ഇസ്രായേൽ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റർ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അഥവാ ഹമാസിനെ ഡീമിലിറ്റൈസ് ചെയ്യുക എന്നുള്ളത്, ഈ ഹമാസിനെ ഡീമിലിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അത് നടന്നിട്ടില്ല എങ്കിൽ ഈ ഗസ മുഴുവൻ കീഴടക്കാൻ അതും IDF-ന് നിർദ്ദേശം നൽകും. അതിന് ഞങ്ങൾ മടിക്കില്ല എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് ഈ സ്മോട്രിച്ച് നടത്തിയിട്ടുള്ളത്. ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ്. എന്നാൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഉപാധികളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള വ്യക്തതകളൊന്നുമില്ല. എന്നാൽ ഹമാസ് എന്ന് പറയാൻ നമുക്കറിയാം, ഹമാസ് ഒരു മിലിറ്ററി സംഘടനയാണ്. ഗസക്കകത്തുള്ള അവരെ നിരായുധീകരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടൊരു പ്രക്രിയയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ അതുപോലെ മധ്യസ്ഥ രാഷ്ട്രങ്ങൾക്ക് ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രകോപനപരമായ ഒരു പ്രസ്താവനയുമായിട്ട് ഇസ്രായേൽ മന്ത്രി രംഗത്തെത്തുന്നത്. ഈ മന്ത്രിയുടെ പശ്ചാത്തലം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതോടുകൂടെ തന്നെ നമ്മൾ ഇതോട് ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാനുള്ള ഒരു പ്രമേയം ഇസ്രായേൽ മന്ത്രിസഭ പാസ്സാക്കിയിരുന്നു. അത് ഈ സ്മോട്രിച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മൂന്ന് മന്ത്രിമാരായിരുന്നു, ഫാർ റൈറ്റ് മന്ത്രിമാരാണ് ഈ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നത്. അതിനാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇങ്ങനെ ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഫലസ്തീൻ വിരുദ്ധ പരാമർശങ്ങളും പ്രകോപനപരമായ പ്രസ്താവനകളും ഇക്കാര്യത്തിൽ തുറന്നുകൊണ്ടത് തന്നെ ഇരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവ്യ, ശരി. അബ്ബാസ, ഇതോടൊപ്പം നമുക്ക് റഫ അതിർത്തിയിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10,000-കണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി പുറത്തുപോകാൻ അനുമതി തേടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാത്ത തരത്തിലുള്ള ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഒരു കുഞ്ഞുകൂടി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം. അത്രയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ അതിർത്തിക്ക് സമീപം അല്ലെങ്കിൽ ഈ അനുമതി തേടി കാത്തിരിക്കുന്ന രോഗികൾ? തീർച്ചയായിട്ടും റഫ അതിർത്തി ഒന്ന് സമ്പൂർണ്ണമായി തുറന്നു കിട്ടുക എന്നുള്ളത് ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗസയിലെ പുനർനിർമ്മാണം നടക്കണമെങ്കിൽ റഫ അതിർത്തി പൂർണ്ണമായിട്ട് ട്രക്കുകൾ കൂടി തുറന്നു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. അതിന് ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. അതൊന്നാമത്തെ കാര്യമാണ്. അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അടിയന്തരമായിട്ട് പരിഗണിക്കേണ്ടത്. 20,000-ഓളം പേരാണ് ചികിത്സാ വിഷയാർത്ഥം ഗസയിൽ ഈ ആക്രമണത്തിൽ, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിയുന്നത്. അവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാകണമെങ്കിൽ വിദേശത്തടക്കം അറബ് രാജ്യങ്ങളടക്കമുള്ള വിദേശത്തെ ആശുപത്രിയിൽ ചികിത്സ നേടണം. അതുപോലെ ഈജിപ്തിലെ ആശുപത്രിയിൽ ചികിത്സ നേടണം. ഈ ചികിത്സാ ആവശ്യാർത്ഥം ഇങ്ങനെ 20,000-ഓളം ആളുകൾ റഫ അതിർത്തിയിൽ കാത്തുകെട്ടി കിടക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇവരെ ഒന്നും വേണ്ടത്ര രീതിയിൽ കടത്തിവിടാനുള്ള ഒരു തീരുമാനം ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് യൂറോപ്യൻ കമ്മീഷൻ വരെ ഇക്കാര്യത്തിൽ ഇടപെടുകയുണ്ടായി. അവർ പറയുന്നത് പ്രകാരം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്നാണ് യൂറോപ്യൻ കമ്മീഷനിലെ ഒരു മേധാവി ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത്. അഥവാ തുള്ളിക്ക് തുള്ളി മാത്രമാണ്, അങ്ങനെയുള്ള വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് ആളുകളെ റഫ അതിർത്തിയിൽ നിന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഗസയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത ആളുകളും ഇതേപോലെ വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് റഫ അതിർത്തി ക്രോസ് ചെയ്തിട്ട് ഗസയിലേക്ക് വരുന്നത്, ഇവിടുത്തെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ തിരികെ എത്തുന്നതും. ഇങ്ങനെ വളരെ പരിമിതമായ അളവിലാണ് നിലവിൽ റഫയിൽ അതിർത്തി വഴിയുള്ള സഞ്ചാരം സാധ്യമായിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഇന്നലെ ഒരു ട്രക്ക് കൂടി
ഒരു വലിയ ട്രക്കുകളുടെ ഒരു വ്യൂഹം കൂടി ഗസയിലേക്ക് അടിയന്തര മെഡിക്കൽ അതുപോലെ ഭക്ഷണ സാധനങ്ങളുമായി ഗസയിലേക്ക് പുറപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകിച്ച് റമദാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാ നിർഭരമായ ഒന്നാണ്. ഇങ്ങനെ വളരെ പരിമിതമായ അളവിൽ ഗസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ കടുംപിടുത്തം ഇക്കാര്യത്തിൽ തുടരുകയാണ്. ഈ റഫ അതിർത്തി തുറക്കുന്ന സമയത്ത് ഇസ്രായേൽ മുമ്പോട്ട് വെച്ചിരുന്നത് വാഗ്ദാനം എന്ന് പറയുന്നത് 50 പേരെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതൊരു ഘട്ടത്തിൽ പോലും പാലിക്കാൻ ഇസ്രായേൽ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ ഇങ്ങനെ അടിയന്തര ചികിത്സ ആവശ്യപ്പെട്ട് കാത്തു കഴിയുന്ന ഒരു കുഞ്ഞാണ് ഇന്ന് റഫയിൽ മരിച്ചിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇനിയും അടിയന്തരമായി സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ റഫയിൽ കാത്തുകെട്ടി കഴിയുന്ന രോഗികളുടെ അവസ്ഥ വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകുമെന്ന് UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടിയന്തരമായ മെഡിക്കൽ സഹായവും അതുപോലെ ഭക്ഷണവും മരുന്നും ഷെൽട്ടറും ഒക്കെ ലഭിക്കാൻ വേണ്ടി റഫയിലെ അതിർത്തി ഈ വാഹനങ്ങൾ കൂടി തുറന്നു കൊടുക്കേണ്ട ആവശ്യകതയും എല്ലാ അന്താരാഷ്ട്ര സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. എങ്കിൽ പോലും ഇസ്രായേൽ ഇക്കാര്യത്തിൽ ദുഷ്ടാഠ്യം തുടരുകയാണ്. അവർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അയവ് ഇക്കാര്യത്തിൽ ഇതുവരെ വരുത്തിയിട്ടുമില്ല. ദിവ്യ, ചികിത്സ കിട്ടാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന വളരെ സങ്കടകരമായ ദാരുണമായ കാഴ്ചയാണ് ഗസയിൽ നിന്നും പുറത്തുവരുന്നത്. അതിനിടെയാണ് സമാധാന ശ്രമങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടുള്ള ഇസ്രായേൽ മന്ത്രിയുടെ സ്മോട്രിച്ചിന്റെ പ്രകോപന പ്രസ്താവനയും കൂടി പുറത്തുവരുന്നത്. വിവരങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് നൽകിയത്. സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി യാംബുവിൽ വെടിക്കെട്ടടക്കമുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. 100 കണക്കിന് ആളുകളാണ് ആഘോഷ പരിപാടികളിൽ സജീവമായത്. യാംബു റോയൽ കമ്മീഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. സൗദി ഫൗണ്ടിംഗ് ഡേയുടെ ഭാഗമായി സൗദിയിലുടനീളം വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലെ യാൻബുവിലാണ്. ഇവിടെ ഇന്ന് നടന്ന റോയൽ കമ്മീഷൻ നേതൃത്വം നൽകി നടത്തിയ വെടിക്കെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പ് നടന്ന വെടിക്കെട്ടിൽ നിരവധി ആളുകളാണ് ഇവിടെ പങ്കെടുത്തത്. രാജ്യത്തിന്റെ പൈതൃകവും അഭിമാനവും വിളിച്ചോതുന്ന സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായിരുന്നു വെടിക്കെട്ട്. കാണാനായി രാത്രി വൈകിയും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. We are looking forward for the fireworks so much, and last year I was alone, and this year my family is with me, so I just want to have this great experience with my kids. യാംബു റോയൽ കമ്മീഷനിലെ വാട്ടർ ഫ്രണ്ട് ഏരിയയിലാണ് വെടിക്കെട്ട് നടന്നത്. രാത്രി 11 മണിക്ക് ആരംഭിച്ച വെടിക്കെട്ട് ആകാശത്തെ വർണ്ണക്കടലാക്കി മാറ്റി. 5 മിനിറ്റിലധികം വെടിക്കെട്ട് തുടർന്നു. സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ കുടുംബസമേതം ഒഴുകിയെത്തിയ ജനക്കൂട്ടം ആഘോഷങ്ങളുടെ ഭാഗമായി. Regarding the firecracker, it was so nice, and we hope all the time it will be happy and safe for all the world. Around the people, see the people, they are coming to enjoy, and the time really to enjoy with safe and peace. സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വെടിക്കെട്ടിന് പുറമെ വിവിധ സാംസ്കാരിക പരിപാടികളും കലാപ്രകടനങ്ങളും വാട്ടർ ഫ്രണ്ടിൽ ഒരുക്കിയിരുന്നു. ഫൗണ്ടിംഗ് ഡേയുടെ ഭാഗമായി സൗദിയിലുടനീളം നിരവധി പരിപാടികളാണ് നടന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിലും കൂടുതൽ പരിപാടികൾ നടക്കുവാൻ പോകുന്നു. യാൻബുവിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരിക്കൊപ്പം നിയാസ് യൂസഫ്, മീഡിയ 1. സൗദി സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ജിദ്ദയിലും ആഘോഷ പരിപാടികൾ അരങ്ങേറി. കോർണിഷിലും വിവിധ പാർക്കുകളും കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ നടന്നത്. സൗദി സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ സ്ഥാപക ദിനം ആഘോഷമാക്കി. സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി ജിദ്ദ നഗരിയും ആഘോഷത്തിന്റെ നിറവിലാണ്. റമദാൻ ആയതിനാൽ രാത്രി പ്രാർത്ഥനാ സമയം കഴിഞ്ഞാണ് പരിപാടികൾക്ക് തുടക്കമായത്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തി. ജിദ്ദ മാജിക് പാർക്ക്, കോർണിഷ് തുടങ്ങി വിവിധയിടങ്ങളിൽ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. പൊതു അവധി ആഘോഷമാക്കാൻ മലയാളി കുടുംബങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി. ആഘോഷത്തിന് പകിട്ടേകാൻ റോഡുകളും ചുമരുകളും പ്രത്യേകമായി അലങ്കരിച്ചിരുന്നു. ദേശീയ ദിനത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ബാനറുകൾ ഉയർത്തിയും
വാഹനങ്ങൾ അലങ്കരിച്ചും തെരുവുകളിൽ ആഘോഷം നിറഞ്ഞു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. UAE-യിൽ പെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാർച്ച് 19 മുതൽ 22 വരെ 4 ദിവസമാണ് അവധി. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് 19 മുതൽ 21 വരെ അവധിയുണ്ട്. എന്നാൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മാർച്ച് 20-നാണ് പെരുന്നാളെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കും 22 വരെ അവധി ലഭിക്കും. മാർച്ച് 19-നോ 20-നോ UAE-യിൽ ഈദ് ഉൽ ഫിത്തർ പ്രതീക്ഷിക്കുന്നു. ദുബായിൽ 80 ഡ്രൈവിംഗ് പരിശീലകർക്ക് ആദരം. ഡ്രൈവിംഗ് പരിശീലന രംഗത്തെ മികവ് പരിഗണിച്ചാണ് ഇൻസ്ട്രക്ടർമാരെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആദരിച്ചത്. കൂടുതൽ പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ അവസരമൊരുക്കിയ മികച്ച 4 ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും പുരസ്കാരം നൽകി. ബെൽഹാസ ഡ്രൈവിംഗ് സെന്റർ, എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബിൻ യാബ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എക്സലൻസ് ഡ്രൈവിംഗ് സ്കൂൾ എന്നിവയ്ക്കാണ് അവാർഡ്. UAE-യിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ജലീൽ രാമന്തളി നാട്ടിൽ അന്തരിച്ചു. മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ അബുദാബി ബ്യൂറോ ചീഫായിരുന്നു. എണ്ണക്കമ്പനിയായ അഡ്നോക്കിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് എഴുത്തിൽ സജീവമായത്. നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. പ്രവാസത്തുടിപ്പുകൾ എന്ന പുസ്തകം കഴിഞ്ഞ മാസമാണ് പ്രകാശനം ചെയ്തത്. വിവിധ സീരിയലുകൾ, ഡോക്യുമെന്ററി, ആൽബങ്ങൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. മൃതദേഹം രാമന്തളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ മലയാളി യുവാവ് ദുബൈയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണൂർ സിറ്റി നീർച്ചാൽ സ്വദേശി ഫവാസ് ചമ്പാനാണ് മരിച്ചത്. കണ്ണൂരിലേക്ക് പോകാൻ ഫുജൈറ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് മരണം. നോമ്പ് തുറന്ന ഭക്ഷണം കഴിക്കുന്നതിനിടെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് തടവിൽ കഴിഞ്ഞിരുന്ന 30 പേർക്ക് മോചനത്തിന് സഹായം നൽകിയ ഒമാനി പൗരൻ ഫാക് കുർബ എന്ന ജീവകാരുണ്യ സംരംഭത്തിന്റെ ഭാഗമായാണിത്. ദാഹ്റ ഗവർണറേറ്റ് കോടതികളുടെ അധികാര പരിധിയിലുള്ള തടവുകാരുടെ മോചനത്തിനായി സ്വദേശി പൗരനാണ് സാമ്പത്തിക സഹായം നൽകിയത്. തുടർച്ചയായ 10ാം വർഷമാണ് ഇയാൾ ഇത്തരത്തിൽ സഹായം നൽകുന്നത്. ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവർക്കും കടബാധ്യതകൾ മൂലം തടവിൽ കഴിയുന്നവർക്കുമാണ് സഹായം നൽകുന്നത്. 2012 ഒമാനി ലോയേഴ്സ് അസോസിയേഷനാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. റമദാൻ മാസത്തിൽ ഒമാനിലെ ഒരു കാഴ്ച പുലരുവോളം സജീവമാകുന്ന ടൈലർ ഷോപ്പുകളാണ്. ദിഷ്ദാഷ എന്ന് വിളിക്കുന്ന പുരുഷന്മാരുടെ നീളൻ കുപ്പായവും സ്ത്രീകളുടെ തിളങ്ങുന്ന ഡ്രസ്സും തയ്ച്ചെടുക്കുന്ന തിരക്കിലാണ് മസ്കറ്റിലെ ടൈലർ ഷോപ്പുകൾ. പെരുന്നാളിനുള്ള പുതുവസ്ത്രം നേരത്തെ റെഡിയാക്കി വെക്കുന്നതാണ് ഒമാനികളുടെ രീതി. നമ്മുടെ നാട്ടിൽ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു വിഭാഗം ഈ തയ്യൽ മെഷീനും സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. കാലമേറെ കഴിയുന്തോറും അതിൻ്റെ ഒരു സാധ്യത കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നാട്ടിൽ കാണാറ്. പക്ഷേ ഒമാനിൽ ഇതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. എത്ര കാലം കഴിഞ്ഞാലും തയ്യൽ മെഷീനും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റിച്ചിങ് മേഖല ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. ഒമാനിലെ വസ്ത്രധാരണം ഇവിടുത്തെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും അന്തസ്സിൻ്റെയും പ്രതീകമാണ്. പുരുഷന്മാർ പ്രധാനമായും ദിഷ്ദാഷ എന്ന് വിളിക്കുന്ന നീളൻ കുപ്പായമാണ് ധരിക്കുക. ഏറെ ലളിതവും എന്നാൽ മനോഹരവുമായ ഒന്ന്. സാധാരണയായി കൂടുതലും വെള്ള നിറത്തിലാണ് കാണുകയെങ്കിലും കറുപ്പ്, നീല, തവിട്ട് തുടങ്ങിയ നിറങ്ങളിലും ദിഷ്ദാഷ ലഭ്യമാണ്. കൃത്യമായ അളവുണ്ട്. തൊപ്പിക്ക് അനുയോജ്യമായ നിറത്തിലുള്ള ബട്ടനും ചെണ്ടുകളുമാണ് ദിഷ്ദാഷയുടെ മറ്റൊരു പ്രത്യേകത. റമദാനിന് മാസങ്ങൾക്ക് മുമ്പേ ഈദിനുള്ള ഡ്രസ്സ് തയ്ച്ചെടുക്കുന്ന ഒരുക്കങ്ങൾ ഒമാനികൾ ആരംഭിക്കും. തങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള തയ്യൽ കടയിൽ തുണിയും അളവും നൽകും. അളവ് കൃത്യമായിരിക്കണമെന്നത് പ്രധാന നിർബന്ധമാണ്. ഇതിനോടനുബന്ധിച്ച് ഒരു വർഷത്തേക്കുള്ള ദിഷ്ദാഷ ഒന്നിച്ച് തയ്ച്ചെടുക്കുന്നവരുമുണ്ട്. മറ്റ് GCCയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇവരെ ഈ ഒമാനി ദിഷ്ദാഷ എന്നതിൽ പറയൽ. ഇതാണ് ഇവർ പ്രത്യേകിച്ചുണ്ട് അതുപോലെ ഡിസൈൻ. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ സമയത്ത് ഈ കന്തൂര, ഈ ഡ്രസ്സ്, ഈ ദിഷ്ദാഷ ഇത് ഉപയോഗിക്കൽ ഇവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും ഇവരത് സ്വന്തമാക്കാനുള്ള തിരക്കിലാണ്, ഓടി നടക്കണം. ഇപ്പോൾ എല്ലാ കടകളും വർക്ക് ഫുള്ളാണ്. മെയിനായിട്ട് ഒരു മെഷർമെൻ്റാണ്. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മളിത് റെഡിമെയ്ഡ് ഇത് ഒരിക്കലും പാകാവില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് അത് കറക്റ്റായിട്ട് തയ്ക്കണം. പിന്നെ കഴുത്താണ് മെയിനായിട്ട്, കഴുത്തും അതുപോലെ ഈ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. പിന്നെ ഒരു മാച്ച് ചെയ്ത് തൊപ്പി ഉണ്ടാവും ഇവർക്ക്. കുമ്മെന്ന് പറയുന്നത്, അറബി കുമ്മെന്ന് പറയുന്നത് മൂസർ തലക്കെട്ട്. അതിന് മാച്ച് ചെയ്തിട്ടുള്ള കളറ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ മൂസർ
അതിന് മാച്ച് ചെയ്തിട്ടുള്ള കളർ നൂല് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡിസൈനൊക്കെ ചെയ്യും. നോമ്പിൻ്റെ ഏകദേശം 2 മാസം മുമ്പ് റജബ് തൊട്ടിട്ട് തന്നെ ഇവിടെ ഓർഡർ നമുക്ക് വന്നു തുടങ്ങും. റജബ് ഷാബാൻ ആകുമ്പോൾ തന്നെ ഏകദേശം വർക്ക് ഫുള്ളാവും. ഇപ്പോൾ ഏകദേശം നമുക്ക് റംസാനിന് മുന്നേ തന്നെ നമ്മളെ വർക്കൊക്കെ ഫുള്ളാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓർഡർ പ്രകാരം കട്ട് ചെയ്തുകൊണ്ട് തയ്ച്ചുകൊണ്ടിരിക്കും. ഈദിനും കല്യാണങ്ങൾക്കും വിശേഷ ദിവസങ്ങളിലുമാണ് സ്ത്രീകൾ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിക്കുക. ഈദ് സമയത്ത് പെൺകുട്ടികൾ മിന്നുന്ന വസ്ത്രങ്ങളിൽ കാണാം. വലിയ മാറ്റമില്ലാതെ ഇന്നും തുടരുന്ന വസ്ത്ര ഡിസൈനുകളാണത്. ഒമാനിലെ മത്രാസൂക്കിൽ ഈദിനോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഡ്രസ് തുന്നുന്ന ടൈലർ ഷോപ്പുകളിലെല്ലാം രാവേറെ നീണ്ടു നിൽക്കുന്ന തിരക്കാണ്. മിന്നുന്ന കുപ്പായങ്ങൾ സൂക്ഷ്മതയോടെ തയ്യൽ മെഷീനിൽ ചെയ്തെടുക്കുകയാണവർ. റമദാൻ പകുതിയോടെ നടക്കുന്ന കുട്ടികളുടെ നോമ്പുത്സവമായ കരങ്കശിനുള്ള ഡ്രസ്സുകൾ കൂടുതലായി വിറ്റുപോകുന്ന സമയം കൂടിയാണ് റമദാനിലെ ആദ്യ പത്തുകൾ. रमज़ान का जो ईद का जो कलेक्शन है, ईद के अंदर ये लोग यूज़ करते हैं. ठीक है, ये सब कलेक्शन है. ये पूरा रमज़ान और ईद के लिए कलेक्शन है. ये सब ओके. और ये जो फैब्रिक है ये करंगशों में यूज़ करते हैं. करंगशों को लेगा तो रमज़ान में 15 रमज़ान को ये लोग एक फंक्शन मनाते हैं ओमानी लोग. ठीक है, उसमें ओमानी का जो ओमानी भी है, उसमें अपना इंडियन पाकिस्तानी सब फैमिली लोग जो भी है सब लोग, बच्चा लोग बड़ा लोग भी एक फंक्शन करता है. उसमें बच्चा लोग को सब लोग चॉकलेट वगैरह देता है, टॉफ़ी वगैरह चॉकलेट वगैरह देता है. ഒമാനിലെ തൊപ്പികൾ, ശിരോവസ്ത്രങ്ങൾ, ഡിഷ്ഡാഷകൾ എന്നിവയിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരമ്പരാഗത ഒമാനി ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായവ ഉപയോഗിക്കരുതെന്നുവരെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മുൻകാലങ്ങളിൽ വീട്ടുജോലിക്ക് പുറമെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമുള്ള ദൈനംദിന വസ്ത്രങ്ങൾ തയ്ച്ചെടുത്തിരുന്നത് സ്ത്രീകളുടെ ജോലിയായിരുന്നു. പ്രത്യേകിച്ച് പെരുന്നാൾ വസ്ത്രങ്ങൾ ദിവസങ്ങളോളം ഇരുന്ന് തുന്നിയെടുക്കും. അമ്മമാർ പെൺമക്കളെ തയ്യൽ പഠിപ്പിക്കും. അയൽപ്പക്കത്തുള്ള സ്ത്രീകളെല്ലാം ഒരുമിച്ചിരുന്ന് ഉടുപ്പുകൾ തുന്നും. പൈതൃകത്തെ മുറുകെ പിടിക്കുന്ന ഒരു ജനത അത് എത്ര ഭംഗിയായാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത്. മീഡിയ 1 മസ്കത്ത്. റമദാൻ മാസത്തിൽ ടെന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുമെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ ടെന്റുകൾ സ്ഥാപിക്കരുത് എന്നും 2019 ബന്ധപ്പെട്ട ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. തീ പ്രതിരോധ ശേഷിയുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ടെന്റുകൾ നിർമ്മിക്കേണ്ടത്. അപേക്ഷകൾ കുവൈറ്റ് പൗരന്മാർക്ക് മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ എന്നും അധികൃതർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയം, ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകളുടെ അനുമതിയും നിർബന്ധമാണ്. പ്രവാചകത്വം ലഭിക്കും മുൻപ് റസൂൽ കച്ചവടത്തിനായി പോയ സ്ഥലമാണ് ഹബാഷ ചന്ത. ഖദീജ ബീവിയുടെ ചരക്കുകളുമായാണ് ഇവിടെ കച്ചവടത്തിനെത്തിയിരുന്നത്. ഇസ്ലാമിന്റെ വരവിന് മുന്നേ അടിമച്ചന്ത കൂടിയായിരുന്ന ഹബാഷ ചന്ത ഇപ്പോൾ സൗദി ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട്. അസീർ, മക്ക പ്രവിശ്യകൾക്കിടയിലാണ് ഈ പ്രദേശം. മുഹമ്മദ് നബിയെ ദൈവദൂതനായി നിയമിക്കും മുന്നേയുള്ള ചരിത്രമാണ്. അന്ന് മക്കക്കാരുടെ പ്രധാന വരുമാനം കച്ചവടമായിരുന്നു. മക്കയിലെ രാജാത്തിയായിരുന്ന ഖദീജ ബീവിയുടെ വ്യാപാര വസ്തുക്കളുമായി കച്ചവടത്തിനായി നിയോഗിക്കപ്പെടുന്നത് തിരുദൂതരാണ്. അന്ന് വിശാല യമന്റെ ഭാഗമായിരുന്നു സൗദിയുടെ പല പ്രദേശങ്ങളും. അന്നത്തെ യമന്റെയും അറേബ്യയുടെയും അതിരിലായിരുന്നു ഹബാഷ മാർക്കറ്റ്. കുൻഫദ ഗവർണറേറ്റിൽ നിന്നും 30 കിലോമീറ്റർ അകലെ വാദി കാനൂൻ താഴ്വരയിൽ. കച്ചവടത്തിലെ ഈ പ്രദേശത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം യമനിലേക്കും ഷാമിലേക്കും എല്ലാം തന്നെ പോകാൻ കഴിയുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശം. കാരണം യമനിൽ നിന്ന് നമ്മുടെ പിറകിൽ കാണുന്ന ഈ പ്രദേശത്തിന് അപ്പുറം യമനാണ്. യമനിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഇറങ്ങിയെത്തി അവരുടെ കച്ചവട വസ്തുക്കളുമായിട്ട് എത്തും. അറേബ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു ഇത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ, ധാന്യങ്ങൾ, പഴം, പലചരക്കുകൾ, ആയുധങ്ങൾ എന്നിവ വ്യാപകമായി ഇവിടെ വ്യാപാരം നടത്തി. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമകളെയും ഇസ്ലാമിന് മുന്നേയുള്ള കാലത്ത് ഇവിടെ വിറ്റിരുന്നു. പിൽക്കാലത്ത് പ്രവാചകന്റെ ദത്തുപുത്രനായി മാറിയ സെയ്ദ് ബിൻ ഹാരിസയും ഇത്തരത്തിൽ ഹബ്ബാഷയിൽ വിറ്റഴിക്കപ്പെട്ട ആളായിരുന്നു. പ്രവാചകന്റെ കാലശേഷം ഓരോ റജബ് മാസത്തിലും ആദ്യത്തെ 10 ദിവസം വളരെ സജീവമായിട്ടുള്ള കച്ചവടം ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് മക്കയിലുണ്ടായിരുന്ന ഭരണം നിർവഹിച്ചിരുന്ന ഭരണാധികാരി ഇങ്ങോട്ടേക്ക് ഒരാളെ
ഈ പ്രദേശവും ഒപ്പം തന്നെ ഈ സൂക്കുമെല്ലാം നോക്കുവാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഈ പ്രദേശത്തുള്ള ഒരു ഗോത്രത്തിലെ ആളുമായുള്ള തർക്കത്തിനൊടുവിൽ കൊല്ലപ്പെട്ടു. അതോടുകൂടി അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് ഈ മേഖലയിൽ മാറും എന്ന് കണ്ട് മതപണ്ഡിതരുമായി ആലോചിച്ചാണ് ഈ സൂക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഏറെക്കാലം ഹബ്ബാഷ മാർക്കറ്റ് എവിടെയാണെന്നതിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഒടുവിലാണ് ഈ സ്ഥലം ഉറപ്പുവരുത്തിയത്. മക്കയിൽ നിന്ന് 400-ഉം അസീറിൽ നിന്ന് 180 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. ഇതൊരു നല്ല കാർഷിക ഗ്രാമമാണ്, വരണ്ട പ്രദേശമാണ്. മരുഭൂമിയിൽ കാണുന്ന അതേ വൃക്ഷങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. പക്ഷേ ഈ മേഖലയിലെ ജനങ്ങളുടെ കാര്യമായിട്ടുള്ള ജീവിത രീതി എന്ന് പറയുന്നത് കൃഷിയും കന്നുകാലി വളർത്തലും എല്ലാമാണ്. മുജീബ് എള്ളുവിളക്കൊപ്പം മക്കയിൽ നിന്നും അഫ്താബുർ റഹ്മാൻ, മീഡിയ 1. കുവൈറ്റിലെ 2ാം റിംഗ് റോഡിൽ വൻ സുരക്ഷാ പരിശോധനയുമായി ആഭ്യന്തര മന്ത്രാലയം. നിയമലംഘകരെയും പോലീസ് അന്വേഷിക്കുന്ന വ്യക്തികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക ഡ്രൈവ് നടത്തി. ട്രാഫിക് ഉൾപ്പെടെ വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ചേർന്നാണ് പരിശോധന നടത്തിയത്. അമിതമായി ശബ്ദമുണ്ടാക്കുന്ന അടക്കം നിരവധി നിയമലംഘന വാഹനങ്ങൾ പിടിച്ചെടുത്തു. വാഹനങ്ങൾ 2 മാസത്തേക്ക് ഗ്യാരേജിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ഉടമകൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു. രാജ്യത്തുടനീളം ഇത്തരം സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ 16 മാസികകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും അടച്ചുപൂട്ടി. നാഷണൽ ഗാർഡ്, ഫുഡ് വേൾഡ്, വാട്ടർ ആൻഡ് എനർജി ഉൾപ്പെടെ വിവിധ മാസികകളാണ് പട്ടികയിലുള്ളത്. ആഴ്ചപ്പതിപ്പുകളും ദ്വൈമാസ, ത്രൈമാസ പ്രസിദ്ധീകരണങ്ങളും പട്ടികയിലുണ്ട്. ലൈസൻസ് റദ്ദാക്കലിന്റെ കാരണങ്ങൾ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. സൗദിയിൽ കേരള എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ റമദാൻ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. റിയാദിൽ സംഘടിപ്പിച്ച പരിപാടി ഇഫ്താർ വിരുന്നുമൊരുക്കിയിരുന്നു. മുഹമ്മദ് ഹഫീസ്, അബ്ദുൽ നിസാർ, സഫ്രീൻ ആഷിഖ്, റിയാസ്, ഹനീഫ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. കുവൈറ്റിൽ 1.6 മില്യൺ KD വിലമതിക്കുന്ന 6 ബൗൺസ് ചെക്കുകൾ നൽകിയ കേസിൽ പ്രവാസി റീറ്റെയിൽ വ്യാപാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫൊവാനിയ, ദജീജ്, ക്യാപിറ്റൽ മേഖലകളിലായി പ്രവർത്തിക്കുന്ന വസ്ത്ര സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമയാണ് പ്രതി. ചെക്കുകൾ ഹാജരാക്കിയപ്പോൾ അക്കൗണ്ടിൽ മതിയായ തുകയില്ലാത്തതിനാൽ പണമടയ്ക്കാൻ സാധിച്ചില്ലെന്ന് പരാതിക്കാർ അറിയിച്ചു. കേസിൽ തുടർ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. കുവൈറ്റിൽ മോഷണക്കേസിൽ ഏഷ്യൻ പ്രവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണ്ണക്കടയിൽ നിന്ന് ഏകദേശം 2 മില്യൺ KD വിലമതിക്കുന്ന ആഭരണങ്ങളും സ്വർണ്ണക്കട്ടികളുമാണ് മോഷ്ടിച്ചത്. കടയുടെ മാനേജറായി ജോലി ചെയ്തിരുന്ന ഇയാൾ അക്കൗണ്ടുകളും ഇൻവോയ്സുകളും ദുരുപയോഗം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഇൻവെന്ററി പരിശോധനയിലാണ് സാമ്പത്തിക കുറവ് കണ്ടെത്തിയത്. പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. രാജ്യത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച മുതൽ കാറ്റിന്റെ വേഗത വർദ്ധിക്കുമെന്നും ഇത് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറയാൻ കാരണമാകുമെന്നുമാണ് പ്രവചനം. പൊടിക്കാറ്റ് കാരണം കാഴ്ചാപരിധി ഗണ്യമായി കുറയാനും സാധ്യതയുണ്ട്. അതിനാൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ വിപണിയിൽ കൃത്രിമം കാണിക്കുകയോ സാധനങ്ങൾ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുവാൻ നിയമം വേണമെന്ന് പാർലമെന്റ് അംഗങ്ങൾ. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ഷൂറ കൌൺസിൽ സമർപ്പിച്ച കരട് നിയമം ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ നിയമലംഘനം നടത്തുന്നവർക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. കുറ്റത്തിന്റെ ഗൌരവമനുസരിച്ച് 1000 ദിനാർ മുതൽ 10,000 ദിനാർ വരെ പിഴയും ലഭിക്കും. കുവൈറ്റിൽ റമദാൻ ഈദ് വസ്ത്ര പ്രദർശനത്തിലൂടെ 364 ദരിദ്ര കുടുംബങ്ങൾക്ക് സഹായം നൽകിയതായി ഇന്റർനാഷണൽ ഇസ്ലാമിക് ചാരിറ്റി ഓർഗനൈസേഷൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഫെയർ ഗ്രൗണ്ടിലായിരുന്നു പ്രദർശനം. റമദാനും പെരുന്നാളിനും മുന്നോടിയായി സാമ്പത്തികമായി പിന്നോക്ക കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഭക്ഷണ കിറ്റുകൾ, റമദാൻ അവശ്യവസ്തുക്കൾ, ഈദ് വസ്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ 1820 പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. സാമൂഹിക ഐക്യദാർഢ്യവും കാരുണ്യത്തിന്റെ മൂല്യങ്ങളും ശക്തിപ്പെടുത്തുക എന്നതും സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് IICO അറിയിച്ചു.
വിശുദ്ധ റമദാൻ പ്രമാണിച്ച് ബഹ്റൈനിലെ പ്രമുഖ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മജ്‌ലിസുകളിൽ കിരീടാവകാശി സന്ദർശനം നടത്തി റമദാൻ ആശംസകൾ കൈമാറി. മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും സന്ദർശന വേളയിൽ കൂടെയുണ്ടായിരുന്നു. തങ്ങളുമായി നേരിട്ട് സംവദിക്കാനും ബന്ധം പുതുക്കാനും കിരീടാവകാശി കാണിക്കുന്ന താൽപര്യത്തിന് മജ്‌ലിസ് ഭാരവാഹികൾ നന്ദി അറിയിച്ചു. കോഴിക്കോട് വാണിമേലിൽ സ്കൂട്ടർ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കുളപ്പറമ്പ് സ്വദേശി രാഹുലാണ് മരിച്ചത്. എതിർദിശയിൽ വന്ന ബസ്സിൽ തട്ടാതിരിക്കാൻ ബൈക്ക് നിയന്ത്രിക്കുന്നതിനിടെ റോഡിൽ തലയിടിച്ചു വീഴുകയായിരുന്നു. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 4 മരണം. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 60 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തു. ഉച്ചയ്ക്ക് 11:15 അപകടം. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് സ്ലാബ് തകർന്നു വീഴുകയായിരുന്നു. കെട്ടിടത്തിന് സമീപം വിശ്രമിക്കുകയായിരുന്ന ചുമട്ടുതൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ സ്ലാബ് പൊക്കി തൊഴിലാളികളെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 4 പേർ മരണത്തിന് കീഴടങ്ങി. 19 വർഷത്തിലധികം പഴക്കണ്ടെന്നാണ് പറഞ്ഞത്. കോർപ്പറേഷൻ പൊളിക്കാൻ വെച്ച ബിൽഡിംഗ് ആണ്. കണ്ടമാനം ആളുകൾ ഇവിടെ ലോഡിങ്ങാരും വണ്ടിക്കാരും എല്ലാവരും ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നു. ഇതിന്റെ ഓരോരോ കഷ്ണങ്ങൾ ഞങ്ങളെ കയ്യിൽ പോകുമ്പോഴൊക്കെ വരുമ്പോഴൊക്കെ താഴത്തേക്ക് പോകും. മുകളിൽ നിന്നാണെങ്കിലും താഴത്തുനിന്നാണെങ്കിലും ഒക്കെ താഴത്തേക്ക് പോകും. നമ്മളൊക്കെ ഒഴിഞ്ഞു മാറല സാധനം താഴത്തേക്ക് പോകുമ്പോൾ. കുറെ ആളുകൾ ഓടി കഴിച്ചിലാണ്. കാരണം ഇവിടെ ഒരു തണലുള്ള സ്ഥലമായത് കൊണ്ട് എല്ലാവരും അവിടെ വന്നിരിക്കലാണ്. കിനാശ്ശേരി സ്വദേശികളായ അഷ്റഫ് ജബ്ബാർ, അത്തോളി സ്വദേശി ബഷീർ, തിരുവങ്ങൂർ സ്വദേശി വിനോദ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ പയ്യാനക്കൽ സ്വദേശി അബ്ദുൾ റഷീദ് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പഴയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടം ഉണ്ടായത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇപ്പോഴും കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടം ഒഴിയാൻ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നുവെന്നാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മീഡിയ 1 കോഴിക്കോട്. കോഴിക്കോട് വലിയങ്ങാടിയിൽ തകർന്ന കെട്ടിടത്തിന് ഫിറ്റ്നസിനെ ചൊല്ലി മേയർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഭിന്നാഭിപ്രായം. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടെന്നാണ് മേയർ പറഞ്ഞത്. കെട്ടിടം 2024 പൊളിച്ചുമാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്ന് സെക്രട്ടറി പറയുന്നു. കെട്ടിടം തകർച്ചയിൽ കോർപ്പറേഷൻ വീഴ്ചയുണ്ടെന്ന് കാണിച്ചു പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു. BJP പ്രവർത്തകരാണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. മേയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു. കെട്ടിടം പൊളിച്ചുമാറ്റാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നുവെന്ന കാര്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് സെക്രട്ടറി വെളിപ്പെടുത്തി. അപകടാവസ്ഥയിലുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളാക്കാനുള്ള പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ഈ കെട്ടിടമുണ്ട്. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടെന്നായിരുന്നു അപകട സ്ഥലത്തെത്തിയ മേയർ പറഞ്ഞത്. അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിച്ച് മാറ്റേണ്ടതാണല്ലോ, നിർബന്ധമായിട്ടും. അൺഫിറ്റ് ആക്കിയിട്ടില്ല കെട്ടിടം, അതുകൊണ്ടാണ് ലൈസൻസ് കൊടുക്കാൻ കഴിയുന്നത്. ഡെപ്യൂട്ടി മേയറുടെ ഓഫീസിലായിരുന്നു യൂത്ത് ലീഗിലെ പ്രതിഷേധം. അപകടത്തിനു പിന്നാലെ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ മേയർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം വോട്ട് കുറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലായി 3,21,582 വോട്ടുകളാണ് കുറഞ്ഞത്. ഇതിൽ പകുതിയിലധികം വോട്ടുകളും കുറഞ്ഞത് BJPയുടെ 4 A ക്ലാസ് മണ്ഡലങ്ങളിലും. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം തലസ്ഥാന ജില്ലയിൽ BJP കണ്ടുവയ്ക്കുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളിലായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം കുറഞ്ഞത് 1,61,059 വോട്ടുകൾ. അതായത് ജില്ലയിലെ 14 മണ്ഡലങ്ങളിലെ വോട്ട് കുറവിന്റെ കണക്കെടുത്താൽ പകുതിയിലധികവും ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ്. തിരുവനന്തപുരത്ത് 47,647, വട്ടിയൂർക്കാവിൽ 42,580, നേമത്ത് 38,063, കഴക്കൂട്ടത്ത് 32,769 വോട്ടുകളുടെ കുറവ്. നെയ്യാറ്റിൻകര, കോവളം, പാറശാല മണ്ഡലങ്ങളിൽ
20,000-ലധികം വോട്ടർമാരുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. BJPക്ക് സ്വാധീനമുള്ള മേഖലയിൽ എങ്ങനെ ഇത്രയധികം വോട്ടുകൾ കുറഞ്ഞു എന്നത് സംശയത്തിന് ഇട നൽകുന്നതാണ്. നഗരപരിധിയിലുള്ള ഈ മണ്ഡലങ്ങളിൽ വോട്ടർമാർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്തതും മറ്റു ജില്ലകളിൽ നിന്ന് നഗരത്തിൽ വന്ന് താമസിക്കുന്നവർ സ്വന്തം നാട്ടിൽ വോട്ട് ചേർത്തതുമാണ് വോട്ടർമാർ കുറയാൻ കാരണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. തിരുവനന്തപുരത്ത് വോട്ടർമാർ കുറഞ്ഞത് പാർട്ടി പരിശോധിക്കുമെന്നും അതിനുശേഷം നിലപാട് വ്യക്തമാക്കാമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഞങ്ങളത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. ആ 4 മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു, എവിടെയാണ് ആ വോട്ട് കുറഞ്ഞിരിക്കുന്നത്, ഏത് വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. അത് പരിശോധിച്ചു കഴിഞ്ഞ് നിലപാട് പറയും. വടക്കൻ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായപ്പോൾ തെക്കൻ ജില്ലകളിലാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായത്. മീഡിയ 1 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വോട്ട് ഗുരുവായൂരിൽ. ഗുരുവായൂർ ദേവസ്വം സ്കൂളിൽ 697 നമ്പർ വോട്ടറായാണ് സുരേഷ് ഗോപിയുടെ പേര് ചേർത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുമാണ് സുരേഷ് ഗോപി വോട്ട് ചെയ്തത്. തൃശൂരിൽ സുരേഷ് ഗോപിയും കുടുംബവും പേര് ചേർത്തത് ചട്ടം ലംഘിച്ചാണെന്ന ആരോപണം ഉയർന്നിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ രംഗത്തെത്തി. ഓരോ സമയത്തും പലയിടങ്ങളിൽ വോട്ട് ചേർക്കുന്ന കുമ്പിടിയാണ് സുരേഷ് ഗോപി എന്ന് അനിൽ അക്കരെ പരിഹസിച്ചു. SIR-ൽ പ്രവാസികളുടെ അപേക്ഷകൾ അകാരണമായി തള്ളിയെന്ന് രേഖ. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റിലാണ് വിചിത്രമായ വിശദീകരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ഓക്കെ ആയതിനാൽ അപേക്ഷ തള്ളുന്നുവെന്ന് രേഖപ്പെടുത്തി അപേക്ഷ നിരസിച്ചിട്ടുണ്ട്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞും അപേക്ഷകൾ തള്ളിയിട്ടുണ്ട്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. സാധാരണ ഓക്കെ എന്നാൽ ഓൾ കറക്റ്റ്, എല്ലാം ശരിയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ബാലുശ്ശേരി സ്വദേശിയായ ഒമാനിൽ താമസിക്കുന്ന പ്രവാസിയുടെ SIR അപേക്ഷ വെട്ടാനായി കാണിച്ചിരിക്കുന്നത് ഓക്കെ എന്നാണ്. അതായത് എല്ലാം കൃത്യമായി ചെയ്തതുകൊണ്ട് തന്നെ അപേക്ഷ തള്ളുന്നു എന്നർത്ഥം. പിഴവുകളില്ലാതെ എല്ലാം കൃത്യമായി നൽകിയ അപേക്ഷയാണ് തള്ളിയത്. അത് നിരസിക്കാൻ മറ്റ് കാരണങ്ങളില്ല. അതിനാൽ അപേക്ഷ തള്ളാൻ കാരണമായി കാണിച്ചിരിക്കുന്നത് ഓക്കെ എന്നാണ്. ജനന തീയതി പൂരിപ്പിക്കാതെ പ്രവാസികൾക്കുള്ള ഫോം 6A അപേക്ഷ പൂർത്തീകരിക്കാൻ കഴിയില്ല. അപേക്ഷയിൽ ജനനതീയതി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാരണം പറഞ്ഞും അപേക്ഷ തള്ളി. പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ അറ്റാച്ച് ചെയ്താൽ മാത്രമേ പ്രവാസി വോട്ടർമാർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ. അങ്ങനെ അപേക്ഷ സ്വീകരിച്ച ശേഷം അത് തള്ളിക്കളയാൻ കാരണമായി പറയുന്നത് രേഖകൾ അറ്റാച്ച് ചെയ്തില്ല എന്നതും. സാങ്കേതിക സങ്കീർണതകളാൽ അപേക്ഷാ സമയത്ത് തന്നെ പ്രവാസികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വട്ടം കറക്കിയതാണ്. എന്നിട്ടും കഷ്ടപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചവരെ പരിഹസിക്കുന്ന വിധത്തിലാണ് അപേക്ഷകൾ നിരസിച്ചിരിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്. ഖത്തർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഷൈഖ മോസ ക്രൊയേഷ്യൻ ഗ്രാൻഡ് മുഫ്തി ഡോക്ടർ അസീസ് ഹസനോവിച്ചുമായി കൂടിക്കാഴ്ച നടത്തി. എഡ്യൂക്കേഷൻ സിറ്റിയിലെ അൽ മുജാദല സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. ക്രൊയേഷ്യയിലെ മുസ്ലിം സമൂഹവുമായി സഹകരിച്ചുള്ള ഗവേഷണ പഠന മേഖലകളിൽ ഇരുവരും ചർച്ച നടത്തി. ഉത്സവത്തിൽ എഴുന്നള്ളിച്ച ആനയുടെ കാൽച്ചുവട്ടിലിരുന്ന് നോമ്പ് തുറന്ന് വൈറലായ പാപ്പാനിത ഇവിടെയുണ്ട്. താമരശ്ശേരി സ്വദേശി സൈനുദ്ദീനാണ് തൃശൂർ പാടൂർ പുതുകാവ് ക്ഷേത്രോത്സവത്തിനിടെ നോമ്പ് തുറന്നത്. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് സൈനുദ്ദീനെ അന്വേഷിച്ചെത്തുന്നത്. ക്ഷേത്ര കമ്മിറ്റിയുടെ കരുതലിനും സ്നേഹത്തിനും നന്ദിയുണ്ടെന്നും സൈനുദ്ദീൻ പറഞ്ഞു. നടരാജ് പരശുരാമിന്റെ റിപ്പോർട്ട്. ഉത്സവപ്പറമ്പിൽ ആനയ്ക്ക് അരികെ ഇരുന്ന് നോമ്പ് തുറന്ന പാപ്പാന്റെ ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. തൃശ്ശൂർ എടവലങ്ങിലെ പാടൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിലായിരുന്നു ഇത്തരത്തിൽ പാപ്പാൻ ആനയ്ക്കരികിലിരുന്ന് നോമ്പ് മുറിച്ചത്. താമരശ്ശേരി സ്വദേശിയായ സൈനുദ്ദീനാണ് ആന പാപ്പാൻ. സൈനുദ്ദീൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അങ്ങനെ സംഭവിച്ചത്? പൂരത്തിനിടയ്ക്ക് നോമ്പ് മുറിക്കൽ അത് അപ്പോൾ കൂട്ടേന്നെളിപ്പ് ആ സമയത്തായി വന്നത്. അഞ്ചാൻ്റെ കൂട്ടേന്നെളിപ്പായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് സമയത്ത് ഭക്ഷണം വേണമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞ നോമ്പുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവർ ചോദിച്ചു എൻ്റെ അടുത്ത് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും കരുതണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങളിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്രത്യക്ഷമായിട്ടാണ് ആ സമയത്ത് കറക്റ്റ് സമയത്ത് 6 മണിയായപ്പോൾ ആ കമ്മിറ്റിപ്പെട്ട ആളിവിടെ ഉണ്ട്, ഞങ്ങൾ വിളിച്ചു.
ആ സമയത്ത് കുറച്ച് കവറിൽ ഫ്രൂട്ട്സ്, കുറച്ച് എണ്ണക്കടി, ചായ, ജ്യൂസൊക്കെ ഇട്ട് തന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വീഡിയോ പകർത്തിയത് കാരണം എല്ലാവരും അറിഞ്ഞ്. 2-3 വർഷമായിട്ടാണ് നോമ്പ് ഈ പൂര സമയത്ത് കയറി വന്നത്. നോമ്പ് തുറക്കാറുണ്ട്, നോമ്പ് തുറക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അപ്രത്യക്ഷമായിട്ട് വൈറലായിരുന്നു മാത്രം. ഒരു സമയത്ത് ഇങ്ങനെ അധികം നടക്കാറില്ല. അല്ലല്ല, ഇപ്പോൾ 3 സീസണായിട്ടാണ് ഈ പൂര സമയത്ത് നോമ്പ് വന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് ശേഖരൻ എന്ന ആനയാണ്. ഈ ശേഖരൻ്റെ കൂട്ടാളിയാണ് സൈനുദ്ദീൻ. എത്ര വർഷമായി ശേഖരനൊപ്പം? 20 വർഷത്തോളമായി ആനൻ്റെ കൂടെ ഞാൻ ഉണ്ടാവാറുണ്ട്. കൂടെ പാപ്പന്മാരുണ്ടാവാറുണ്ട്, 3-4 പാപ്പന്മാരുണ്ടാവും. കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് അജ്മൽ അല്ലേ? എന്താണ് ആ സമയത്ത് അങ്ങനെ നോമ്പ് തുറക്കാൻ ആ സമയത്ത് കൊണ്ടുവന്ന് കൊടുക്കാൻ തോന്നിയത്? കമ്മിറ്റി പറഞ്ഞാണോ? ഞങ്ങൾ കമ്മിറ്റികളാണ് ഗ്രാമിക പാടൊരു പുതുവ അമ്പലത്തിൽ. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇക്കാക്ക് നോമ്പുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ആ ടൈം ആയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി ഇക്കാക്ക് വേണ്ട നോമ്പറക്കാനുള്ള സാധനങ്ങളെല്ലാം ഒരു കവറിൽ എടുത്ത് ഇക്കാടെ അടുത്ത് കൊടുക്കുകയും ഞാൻ വീട്ടിൽ തിരിച്ചു പോയി നോമ്പറന്ന് വരുമ്പോഴേക്കും വീഡിയോ എടുത്തിരുന്നു. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുള്ള രേട്ടൻ വീഡിയോ എടുത്തിരുന്നു. അതങ്ങനെ ഞാൻ നോമ്പറന്ന് വരുമ്പോഴത്തേനും സാധനം റീച്ചായി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്ത്. എന്താണ് വീഡിയോ പ്രചരിച്ച ശേഷം എന്താണ് റെസ്പോൺസ്? ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ? എല്ലാവരും നല്ല സന്തോഷമായെന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ 2-3 വർഷം കണ്ടിന്യൂ ആയിട്ട് പോണ ഒരുപാട് കമ്മിറ്റിക്കാർ പേഴ്സണലി നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് ഈ വീഡിയോ അയച്ചു അടിപൊളിയായി, സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ സാധാരണ ശേഖരൻ എങ്ങനെ ആള് കുറുമ്പനാണോ? ഇവർ തമ്മിലൊരു കെമിസ്ട്രി എങ്ങനെ? ഇവർ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞാൽ 10-20 വർഷമായിട്ടുള്ള ബന്ധമുള്ളതാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ രണ്ടുപേരും ഒപ്പം ഉണ്ടെങ്കിൽ തന്നെ പരസ്പരം അവർക്കൊരു എത്ര വലിയ പ്രയാസമുള്ള ടൈമാണെങ്കിലും ഇവർ അപ്പം ഉണ്ടെങ്കിൽ പരസ്പരം ഒരു വിശ്വാസമാണ്. എന്തുണ്ടെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ അവനും ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ഹാപ്പിയാണ്. ഉത്സവത്തിനിടയിൽ ഇത്തരത്തിൽ അവരെന്നെ കരുതി കൊണ്ടുവന്ന് തന്നു വരുമ്പോൾ ഇതൊരു കേരളത്തിൻ്റെ ഒരു മതസൗഹൃദം കൂടിയാണ് വിളിച്ച് പറയുന്നത് അല്ലേ? അത് പൂരത്തിലും നേർച്ചയിലും പള്ളിപ്പറ എല്ലാം സൗഹാർദ്ദമായിട്ട് അത് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഈ പൂരത്തിന് ചിലപ്പോൾ ക്ഷണിക്കുക ഷഫീഖായിരിക്കും. ഷഫീഖിന് പേര് എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ പള്ളിപ്പെരുന്നാളാണെങ്കിൽ ചിലപ്പോൾ വാവുവേട്ടം വിളിക്കൂ. അങ്ങനെയൊന്നുമില്ല ഇവിടെ ഈ പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്ത്. അത് കൊല്ലം ഭാഗത്തും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. കൊല്ലം, പാലക്കാട് അങ്ങനെ എല്ലാ ജില്ലയിലും പോവാറുണ്ട് ഞാനും നമ്മളാനയും. എന്തായാലും നല്ല സന്തോഷം പങ്കുവയ്ക്കുകയാണ് സൈനുദ്ദീൻ. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് പലരും പറയുന്നത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.